ശബരിമല സ്വർണ്ണക്കൊള്ള CBI വരുമോ? CBI വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. മഴ വരുമെന്ന് വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയും പോലെ ഈ അന്വേഷണം ഏതുവരെ, കാരണം ഇതില് പിന്നെ ഈ കേരളം വിട്ട് കുറെ ആൾക്കാരുമായി ഇതിന് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഈ വിഗ്രഹ കടത്ത് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. ഈ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢതകൾ പുറത്തു വരുന്നു. പിന്നെ ഈ ഡി മണിയുടെ ചില പ്രവർത്തനങ്ങൾ ദുബായ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം. അപ്പൊ SITക്ക് കുറെ പരിമിതികളുണ്ട് ഇത് അന്വേഷിക്കാൻ. ഇപ്പൊ സോണിയാഗാന്ധിയെ പോയി SITക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞെന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിന് പ്രത്യേക അന്വേഷണ ഏജൻസി വരണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് സ്വർണം കൊടുത്തതായിട്ട് അങ്ങ് പറഞ്ഞിട്ടില്ല. ഇല്ല, സ്വർണം കൊടുത്തതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്രത്തോളം സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും ഇല്ല. 1.5 കിലോ എന്നാണ് പറയുന്നത്. ഇപ്പോ കൃത്യമായ കണക്കില്ല. പിന്നെ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് 594 ഗ്രാം പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. അവിടുത്തെ സ്വർണ്ണം ഇല്ല, അതിനും പിന്നെ തെളിവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ചിട്ടാണ് ഈ അന്വേഷണം എന്ന് പറയേണ്ടി വരും. കാരണം കൃത്യമായ കണക്കില്ല എത്ര സ്വർണം പോയി. പിടിച്ചെടുത്ത സ്വർണം ഇവിടുത്തേത് തന്നെയാണോ കണക്കില്ല. സോണിയാഗാന്ധിക്കെതിരെ വ്യക്തമായ ഒരു തെളിവില്ല. ഒരു ഫോട്ടോ വെച്ചിട്ട് മാത്രം ഈ കേസ് മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. എത്രത്തോളം സ്വർണം ഉണ്ടെന്നറിയില്ല, ആര് കൊണ്ടുപോയെന്ന് അറിയില്ല, അവിടുത്തെ സ്വർണ്ണമാണോ എന്നറിയില്ല, ഈ സ്വർണം പൂശിയതിന് തെളിവില്ല. ഇതൊന്നും ഒരിടം എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതികൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അവിടെ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ CPM കോൺഗ്രസും ഒക്കെ ഇത്ര ആത്മവിശ്വാസം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും ഈ കേസ് എങ്ങനെ കറങ്ങി തിരിഞ്ഞു പോയാലും അവിടെ അയ്യപ്പൻ ഒരുപക്ഷെ ഉണ്ടാവില്ല, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിരിക്കും. അതിനെ പോലും കടത്തിയിട്ടുണ്ടാകും. CBI വന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? CBI വന്നാൽ ഇത് തെളിയോ? എന്തെങ്കിലും CBI വന്ന എവിടെ ഇപ്പൊ ഉന്നത ആളുകൾ ഇതിൽ ഇടപെട്ടാൽ ഒരു കേസ് എത്രത്തോളം തേച്ചുമാച്ച് കളയാൻ, എത്രത്തോളം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ ശബരിമല എന്ന് പറയുന്ന ഇപ്പൊ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് മനോരമയിലിരുന്നു പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങ് തള്ളി മറിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പിന്നെ ശബരിമലയാണ് എല്ലാത്തിനും നമുക്ക് ആശ്രയം, ശബരിമല ഭയങ്കര വിശ്വാസമുള്ള ക്ഷേത്രമാണ്. അത് അയാൾ പറയണ്ട, ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു അമ്പലത്തിൽ പോകുന്നു, അവിടെ പരികർമ്മി എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്താണ് ഈ അയാളും പൂണൂലിട്ടിരിക്കും. അയാൾ ഈ പിന്നെ വിളക്കൊക്കെ കഴിക്കാൻ ഒരു സ്ത്രീ വരും, പ്രായമായ മുതിർന്ന ഒരു സ്ത്രീ, അതിനും ചിലപ്പോൾ താഴെ ആയിരിക്കും ഇയാള്. എന്ന് വെച്ചാൽ ഇയാള് പിന്നെ ദേവസ്വം ബോർഡുമായിട്ടോ അമ്പലത്തിലെ ഭരണസമിതിയായിട്ടോ അമ്പലമായിട്ടോ പൂജയായിട്ടോ ബന്ധമില്ലാത്ത ഒരാള്. അയാള് വരും, പിന്നെ ഇത് സഹായി ഈ പോറ്റിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. നമ്മളപ്പോ ഒരു അമ്പലത്തിൽ പോവേണം, പോറ്റി കൊച്ചു പഠിക്കുന്നില്ല, അപ്പൊ മോന് തലയിൽ എന്തെങ്കിലും ഭസ്മോ, നമ്മളെയൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഇട്ട്, നമ്മളെയൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. ഈ പരികർമ്മിയാണോ അന്ന് ഭസ്മം ഇടുന്നത്? പോറ്റി അകത്തുനിന്ന് ദൈവത്തിനെ കണ്ട് പൂജിച്ചൊരു സാധനം തലയിൽ വെച്ചൊരു 2-3 മന്ത്രം പറയും. അത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ വെക്കും, നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കാൻ കഴിയും. നമ്മുടെ ഒരു വിശ്വാസമാണ് ഇത്. ഭസ്മം വെച്ചാൽ ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ശബരിമലയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന അല്ല. ഇയാളെ വേണമെങ്കിൽ തന്ത്രിക്ക് മുകളിലായിരിക്കും. അതായിരിക്കും ഇപ്പൊ ഒന്നുകിൽ തന്ത്രി കാണാൻ പോകണം, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി കാണാൻ പോകേണ്ട കാര്യമില്ല. ഒന്നുകിൽ ശബരിമലയെ ബന്ധപ്പെട്ട് തന്ത്രി പോകണം, അല്ലെങ്കിൽ മേൽശാന്തി പോകണം, അല്ലെ? ഇവര് രണ്ടും പോവാതെ ഇതിന് മുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയെങ്കിൽ ശബരിമലയിലെ കാര്യങ്ങൾ നോക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? ഇനി അയ്യപ്പനെ പൂജിച്ചുകൊണ്ടിരുന്ന ആർക്കറിയാം ഇയാള്? അതും നടന്നിട്ടുണ്ടാവും. അയ്യപ്പന്റെ സ്വർണ്ണം മൊത്തം ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ ഈ പലരും വന്ന് ഇങ്ങനെ തൊഴുതോണ്ട് നിൽക്കുന്നത് ഈ അയ്യപ്പന്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്കാർക്കും എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ബാക്കി ഇവർക്കൊക്കെ എടുക്കാം. ഇവർക്കൊക്കെ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് അവിടെ വെക്കാം. ഈ സാധാരണക്കാരൻ ഒരാൾ പോയാൽ അവിടെ എന്തൊരു ഫോട്ടോ എടുക്കാൻ ഇല്ല, പറ്റില്ല. പക്ഷെ ഇവര് പോയ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കാം. ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ട് അവർക്കെല്ലാം ശബരിമലയിൽ എന്ത് വേണമെങ്കിലും കട്ടോണ്ട് പോവാം, എന്ത് വേണമെങ്കിലും കൊണ്ടുപോവാം. അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഈ അടുത്ത ഇലക്ഷൻ വരെയാണ്, നിയമസഭ ഇലക്ഷൻ. ഈ ഇലക്ഷൻ വരെയും ഈ വിഷയം നീട്ടി കൊണ്ടുപോകുക, അതിനുശേഷം ഇത് തേച്ച് മായ്ച്ച് കളയുക എന്നുള്ളൊരു വളരെ വലിയ ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം നിങ്ങൾക്ക് അറിയാമോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയെങ്കിലും ഞാൻ പറയുകയാണ്. നിങ്ങൾ സംസാരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ട പെണ്ണ് പിടിച്ചത്, രാഹുൽ മാങ്കൂട്ട പോയ വഴി, റൂട്ട് മാപ്പ്, രാഹുൽ മാങ്കൂട്ട കർണാടകയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇനി അയാൾക്ക് പോലും അറിയില്ല. അയാൾ ചിലപ്പോൾ പാലക്കാട് എവിടെയെങ്കിലും വീട്ടിലുണ്ടായിരുന്നായിരിക്കും. മൊത്തം കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കേട്ടിട്ടുണ്ട്. ഞാൻ മെനിങ്ങാന്ന് വി ഡി സതീശൻ ഒരു വാർത്ത പോലും ഇല്ല. അപ്പൊ ഇതാണ് ശബരിമല വിഷയത്തില് ഇപ്പോ ഈ വഴിയിൽ പോണ അണ്ടനും അടങ്ങോടനും എല്ലാം ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നത്. ശബരിമലയെ കുറിച്ച് എന്ന് വെച്ചാൽ ശബരിമലയുടെ പെണ്ണുങ്ങൾക്ക് കയറാം, അതൊക്കെ അയിത്തമാണ്. കയറാതിരിക്കുന്ന ഗുരുദേവൻ
ഗുരുദേവൻ എവിടെയെങ്കിലും പിന്നെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് പിന്നെ അയിത്തം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ആചാരം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ്. ഓരോ അമ്പലത്തിനും ഓരോ ഇതുണ്ടാവും അല്ലെ, പിന്നെ എന്താ പറയാ, ഓരോ നിഷ്ഠകളും പ്രതിഷ്ഠകളും. ഇപ്പൊ സ്വരാജ് പറയുന്നുണ്ട് ശബരിമലയില് മാളികപ്പുറത്ത് പിന്നെ വല്ലാത്ത വിഷമത്തിലായിരുന്നു, കല്യാണം കഴിക്കുമെന്ന്. അവസാനം പിന്നെ കൊറോണ വന്ന സമയത്ത് ശബരിമലയിൽ പ്രളയം വന്നപ്പോ വെള്ളം കയറി. ആ സമയത്ത് അയ്യപ്പന്മാരൊന്നും പോവാത്തത് കൊണ്ട് അയ്യപ്പൻ വന്ന് മാളികപ്പുറത്തിന്റെ അടുത്ത് വന്നിട്ട് ആ ബ്രഹ്മചാരി അയ്യപ്പൻ വന്ന് രാത്രിയായപ്പോ സ്വരാജിന്റെ ചെവി പറഞ്ഞു, ഞാൻ എന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുത്തി മാളികപ്പുറത്തിന്റെ അടുത്ത് പോയേ. ഇനി അപ്പൊ ഇതൊക്കെ സോണിയാഗാന്ധിയോട് പോയി അയ്യപ്പ ദൂതനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പോയി ചെന്ന് പറഞ്ഞ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാൻ, കയ്യിൽ ചരട് കെട്ടാന്ന് സ്വരാജിന്റെ അടുത്ത് പോയി, ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പെണ്ണുങ്ങളെ കയറ്റിക്കോ. കാരണം അയ്യപ്പൻ സർവ്വവ്യാപിയല്ലേ. ശിവഗിരി മഠത്തിലെ സ്വാമി ഇപ്പൊ പറഞ്ഞല്ലോ, മഠത്തിന് മൊത്തത്തിൽ സ്ത്രീകളെ കയറ്റുന്നതിന് അനുകൂലമാണ്. ശബരിമലയിൽ സ്ത്രീകൾ പോട്ടെ, എന്തുകൊണ്ട് പൊയ്ക്കൂടാന്ന് ചോദിച്ചു. അപ്പോ കുറച്ച് നാളിന് മുമ്പ് ഇവിടെ ഉണ്ടായ പ്രക്ഷോഭവും സമരവും പ്രശ്നങ്ങളും കേസുകളും വഴക്കും ഒന്നും സ്വാമി കണ്ടില്ല. അല്ലെ, ഈ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ കയറണം എന്താ ഇത്ര നിർബന്ധം? ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പല രീതിയിലും. കല്ലുമാല സമരമായാലും സ്ത്രീകള് മാറുമറയ്ക്കൽ സമരമൊക്കെ നടന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ, അതായത് ഇത് പലവിധ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ മേൽവസ്ത്രം ഉടുക്കാൻ പാടില്ല വരുമ്പോ മാറി നടക്കണം, അതൊക്കെ മാറി. അതൊക്കെ പലരും പല നേതാക്കന്മാരും ഇറങ്ങി തിരിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന്റെ പേരിലാണ് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടന്നു വരുന്ന ഒരു ഇതുണ്ട്. അവിടെ അന്യമതസ്ഥർ കയറാൻ പാടില്ല എന്ന് പറയുന്നത് കയറാൻ പാടില്ല, കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ക്രിസ്ത്യൻ പള്ളികളിൽ സംബന്ധിച്ചിടത്തോളം ആർക്കും എപ്പോൾ വേണേലും കയറാൻ പ്രാർത്ഥിക്കാൻ പോകാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാകാം, അമ്പലത്തിന്റെ പ്രത്യേകതയാകാം. ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും അല്ല, പള്ളികളിലാണെങ്കിലും ഈ മറ്റേ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾക്ക് ഈ നാക്കിൽ എന്തോ സാധനം നിങ്ങൾ വെള്ളക്കള്ളല വെക്കാൻ തരൂലേ, കുർബാന, അത് തരുവോ? ഇല്ല, എനിക്കൊരു അച്ഛൻ വന്നിട്ട് അച്ഛൻ എന്നെ അടുത്ത് ദേഷ്യപ്പെട്ട് എന്റെ ഇത് പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. ഞാനൊരു പരിപാടി, അത് നമുക്ക് വാങ്ങിക്കാനും അത് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ. എന്നാൽ നാളെ മുതൽ കേരളത്തിൽ എല്ലാരും പോയി അയിത്തം മാറാനായിട്ട് കുർബാന അങ്ങ് ചൊല്ലട്ടെ എന്ന് ഏതെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കട്ടെ എന്ന് പറയാൻ ചടങ്ങുണ്ട്. അതിന് ഒരു കുർബാന സ്വീകരണം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. മതം മാറിയാലല്ലേ പറ്റുള്ളൂ, ആ ഒരു വിശ്വാസത്തിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നാളെ മുതൽ എല്ലാരും കുർബാന സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. കാരണം മാമോദീസ സ്വീകരിക്കണം, മാമോദീസയ്ക്ക് സ്ഥൈര്യലേപനം സ്വീകരിക്കണം, കുർബാന ഇതിന്റെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ച് ചടങ്ങോടുകൂടി അത് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക എന്നാണ് അതിന്റെ വിശ്വാസം. മാമോദീസ, അതായത് ചെറിയ പ്രായത്തിൽ നമ്മൾ പേരിടിയിൽ ചടങ്ങെന്ന് പറയില്ലേ, അത്തരത്തിൽ മാമോദീസ വഴി കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ അതിനെ ബൂസ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ ആഹാരം കഴിച്ച് ആരോഗ്യം വെക്കുന്നത് പോലെ തന്നെ ആത്മാവിന് പവർ കൂട്ടുന്നതിന് വേണ്ടി അടുത്ത ഒരു ചടങ്ങാണ് ആദ്യ കുർബാന സ്വീകരണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഈ അച്ഛന്മാരുടെ അടുത്ത് പോയി രഹസ്യങ്ങൾ പറയുന്നത് കുംഭസാരം, അതും ക്രിസ്ത്യാനിക്കല്ലേ പറ്റുള്ളൂ. നാളെ മുതൽ കേരളത്തിലെ ആളുകളെല്ലാം അയിത്തം മാറാനായിട്ട് പോയെങ്കിൽ കുംഭസരിക്ക് എന്ന് ഈ ഗുരു വന്നിരുന്ന് പറഞ്ഞ പള്ളിയിൽ ആരെങ്കിലും കയറ്റുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് കുംഭസരിക്കണം എന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒന്ന് രണ്ട് പള്ളികളിൽ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഒരു തെറ്റ് ചെയ്തു എന്ന് ഉത്തമ ബോധ്യം വന്നാൽ ഇങ്ങനെ പോയി കൂട്ടിലിരുന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ നമ്മുടെ മനസാക്ഷിയെ ക്രമീകരിക്കുക. പ്രകൃതിയായിട്ടുള്ളൊരു ശക്തി ഉണ്ടല്ലോ, ആ പ്രകൃതിയോട് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ മുമ്പ് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എന്റെ കണ്ണീന്ന് രണ്ടു തുള്ളി കണ്ണീര് വരുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു പിന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് എന്റെ സമാധാനം, എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി മുസ്ലിം പള്ളികളില് പിന്നെ ഈ മുസ്ലിം പള്ളികളെ പറ്റി പറഞ്ഞ അവന്മാരൊന്ന് കയ്യാകാല വിട്ടു. ആ ഭയം ഉണ്ട്, എനിക്ക് ഇല്ലാന്നല്ല. പക്ഷെ ജോസഫ് മാഷൊക്കെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. എങ്കിലും എത്ര സ്ത്രീകളെ കയറ്റി നാളെ പോലെ ഗുരു പറയണം അയിത്തം വേണ്ട, എല്ലാ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ അങ്ങ് കയറ്റട്ടെ. ഗുരുവിന്റെ തല പിന്നെ കയറ്റിന് മുകളിൽ കാണുമോ? അല്ല, ഞാൻ ഹിന്ദുക്കളെ മാത്രം നെഞ്ചത്ത് ശബരിമലയിൽ അങ്ങ് പെണ്ണുങ്ങൾ കയറട്ടെ, ഗുരുവായൂരിൽ അങ്ങ് അഹിന്ദുക്കൾ കയറട്ടെ, ഇതൊക്കെ കയറിക്കോ. അതിലൊന്നും ഇവിടെ വിശ്വാസം ഇല്ലാത്തവർക്ക് കയറാം, ആ വിശ്വാസത്തെ രക്ഷിക്കണമെന്നുള്ളവർക്ക് കയറണ്ട. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അത് ആരും നിർബന്ധിച്ച് കയറ്റേണ്ട കാര്യമില്ല. ശബരിമലയിൽ പെണ്ണുങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ കോടതി വിധിയുണ്ട്, ധൈര്യമായിട്ട് പോവാം. അതിനെതിരെ ആരും പോയിട്ടില്ല. ഇപ്പോഴും ആ കോടതി വിധി നിലനിൽക്കുന്നുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. ഇനി പിന്നെ ഗുരുവായൂരില്ലേ എത്രയോ അഹിന്ദുക്കൾ കയറുന്നുണ്ട്. ഈ എല്ലാം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? അല്ല, അവിടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ആർക്കും അവരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ
അത് കാണണമെന്ന് തോന്നി. ഇപ്പൊ എനിക്ക് ശബരിമല കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ പ്രായമായതിനു ശേഷം അവിടെ പോവുക, ആ പ്രായം വരെ ഞാൻ പോകില്ല, അതെന്റെ വിശ്വാസമാണ്. പക്ഷെ എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾക്ക് അല്ല എനിക്കിപ്പോ പോകണമെന്ന് തോന്നി അവർ കെട്ടും അവർക്ക് പോവാം. കാരണം കോടതി വിധി ഉള്ളതാണ്. അത് നാളെ പോയി കഴിയുമ്പോൾ അകത്ത് കയറ്റണോ വേണ്ടേന്നൊക്കെ ഉള്ളത് അത് വിശ്വാസികളുടെ ഇതാണ്. അത് നമ്മൾ ആരും അങ്ങനെ തടയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ വിശ്വാസത്തെ എന്തിനാ തകർക്കുന്നത്? അത് മറ്റാരും നിർബന്ധിച്ചിട്ടോ 4 വോട്ടിന് വേണ്ടി, അതെ 4 വോട്ടിന് വേണ്ടിയിട്ടോ ആവരുത് എന്നുള്ളതാണ്. ഗുരു അങ്ങനെ പറയുകയാണെങ്കിൽ, ഗുരുവിന് അത്ര നിർബന്ധമാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ കുമ്പസാരം നടത്താനും ഈ മറ്റേ കുർബാന സ്വീകരിക്കാനും പോകണം. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെയും കയറ്റണം. അപ്പൊ 3 താരതമ്യമല്ലേ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ, ഒരാൾ മാത്രം കയറുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. ശിവഗിരിയിൽ നിന്ന് പറഞ്ഞത് ഹിന്ദുക്കളുടെ ഭാഗമായത് കൊണ്ട് പറഞ്ഞതാവാം, മറ്റുള്ളവരടുത്ത് പറഞ്ഞ അതെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവർക്കൊന്നും മറ്റൊന്നും പറയാൻ താല്പര്യമില്ല. കാരണം പേടിയാണ്, കൈ പോവോ കാല് പോവോ കൈത്തിന് മീതെ തല പോവോ. ഇപ്പൊ മുസ്ലിം പള്ളിന്റെ ആചാരങ്ങൾ ലംഘിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എല്ലാം. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ എനിക്ക് അന്ന് എന്റെ ആ മറ്റേ കുർബാന തന്ന വെള്ള അപ്പം അത് വന്ന് വാങ്ങിച്ചോണ്ട് പോയപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ആളുകളൊക്കെ എന്നെ തന്നെ നോക്കുന്നതൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും അച്ഛനോട് വല്ലാത്തൊരു ദേഷ്യമൊക്കെ തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ അത് അവരുടെ വിശ്വാസമാണ്, അത് മറ്റൊരാളുടെ മുന്നിൽ കറക്കേണ്ടതല്ല. അതിന് പോയ അത് കയ്യിൽ വാങ്ങിച്ച ഞാനാണ്. അതിന്റെ വിശ്വാസപ്രകാരം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം, ആ ക്രിസ്തു മത വിശ്വാസത്തിലുള്ള ആളുകൾക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്നുള്ള രീതിയിൽ അപ്പം തരികയും രക്തം എന്നുള്ള രീതിയിൽ വൈനിൽ മുക്കി തരികയും ചെയ്തു. ഇതാണ് നമുക്കിതിനെ കുറിച്ചൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പക്ഷെ പെട്ടെന്ന് നമുക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമമുണ്ട്. അത് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനത് മനസ്സിലാക്കി. ഞാൻ കുറെ നാളെ എനിക്ക് അതിൽ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കിയാൽ ഞാൻ ചോദിച്ചാൽ അവരുടെ വിശ്വാസത്തെ തകർക്കാൻ പോയ ഒരാളാണ് ഞാൻ. അല്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് പലരും ഒക്കെ കുർബാന സ്വീകരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ചിലർക്ക് വൈദികർ അറിഞ്ഞുകൊണ്ട് തന്നെ നീ ഒരു വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ എനക്കത് സ്വീകരിക്കാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദികരെയും എനിക്കറിയാം. പക്ഷേ പിന്നീട് ഈ സൈത്താൻ സഭ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബ്ലാക്ക് മാജിക്കും അതേപോലെ തന്നെ ചെകുത്താനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ കൊച്ചിയിലുണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ? അതിനെക്കുറിച്ച് നമുക്കൊരു വിഷയം തന്നെ എടുക്കേണ്ടി വരും. കൊച്ചിയില് സൈത്താൻ സഭയിൽ ആരാധിക്കാൻ പോകുന്ന ഇവിടുത്തെ വലിയ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുണ്ട്, സിനിമാക്കാരുണ്ട്, ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഇവരുടെ ഇടയിലേക്ക് ഈ കുർബാന കൊണ്ടു ചെന്ന് അവിടെ വെക്കും. 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അറിവാണിത്, പലരും പറഞ്ഞുള്ള അറിവാണ്. ഈ കുർബാനയെ അവഹേളിക്കുകയും ബൈബിളിനെ അവഹേളിക്കുകയും വിശ്വാസത്തെ തള്ളിപ്പറയുകയും ചെയ്താൽ പണം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതൊരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു എന്തായാലും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വിശ്വാസമല്ല, സൈത്താൻ സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുറെയൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറഞ്ഞ ബൈബിളിൽ ഒരു ഭാഗമുണ്ട്. അതായത് ക്രിസ്തുവിനെ പരീക്ഷിച്ച ഒരു ചെകുത്താനുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക, ഈ കുന്നിൽ നിന്ന് താഴേക്ക് ചാടുക, ഇങ്ങനെ ക്രിസ്തുവിനെ പരീക്ഷിച്ച ഒരു ചെകുത്താൻ. അതേ ഇത് പിന്തുടർന്ന് വന്ന് ഒരു ഭാഗത്ത് ക്രിസ്തുമതം രൂപീകരിക്കപ്പെട്ടപ്പോൾ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയുന്നത് പോലെ ക്രിസ്തീയ സഭയ്ക്ക് എതിരായിട്ട് ഇവിടെ സാത്താൻ സഭ, ലൂസിഫറിന്റെ സഭ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ശബരിമലയിൽ യുവതികൾ കയറണോ കയറേണ്ടത് ഗുരുവല്ല തീരുമാനിക്കേണ്ടത്, അത് ഇവിടുത്തെ ഭക്തരാണ്. അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം കയറണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറാം. അത് ആരും പറഞ്ഞിട്ടാവണം എന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ ഇതാണ് അല്ലേ?